ഒരുപാട് ജിജ്ഞാസുക്കൾക്ക് ബോധോദയത്തിൻ്റെ ഉണർവ് നൽകിയ ഒരു ഉൾക്കാഴ്ചയുണ്ടാക്കിയ ഒരു ജ്ഞാനസംഹിതയാണ് അഷ്ടാവക്രഗീത. ഒരുപാട് എൻലൈറ്റ്മെൻറ്റ് മാസ്റ്റേഴ്സ് ഒരുപാട് പ്രാധാന്യം കൊടുത്ത ഒരു ജ്ഞാന സംഹിത കൂടിയാണ് അഷ്ടാവക്രഗീത. അതുകൊണ്ട് തന്നെ ഈ പരമമായ ജ്ഞാനം കേൾക്കുവാൻ ഒരുപാട് പുണ്യം ചെയ്യണം എന്നാണ് പറയുന്നത്. ഈ ഒരു ജ്ഞാനം കേട്ട് കഴിഞ്ഞാൽ ഒരു ജിജ്ഞാസുവിന് മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല. കാരണം അത്രയും അൾട്ടിമേറ്റായിട്ടുള്ള ഒരു ജ്ഞാനമാണ് അഷ്ടാവക്ര ഗീത. അതുകൊണ്ട് പരമപവിത്രമായ ഈ ജ്ഞാനത്തെ ഹൃദയം തുറന്ന് റിസീവ് ചെയ്യുക. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു രാജാവായിരുന്നു ജനക മഹാരാജാവ്. അദ്ദേഹം ഒരു സത്യാന്വേഷണിയായിരുന്നു. പരമമായ സത്യത്തെ അറിയുവാൻ ആഗ്രഹമുള്ള ഒരു രാജാവ്. എന്നാലും കൊട്ടാരത്തിലെ കാര്യങ്ങളെല്ലാം അദ്ദേഹം വളരെ റെസ്പോൺസിബിലിറ്റിയോട് കൂടിയാണ് നോക്കിക്കണ്ടത്. അങ്ങനെ ഒരിക്കൽ കൊട്ടാരത്തിലെ അദ്ദേഹത്തിൻ്റെ കർമ്മത്തിൻ്റെ ഇടവേളയിൽ എപ്പോഴോ അദ്ദേഹം ഒന്ന് മയങ്ങിപ്പോയി, അറിയാതെ ഒന്ന് ഉറങ്ങിപ്പോയി. ആ മയക്കത്തിൽ ജനക മഹാരാജാവ് ഒരു സ്വപ്നം കാണുകയാണ്. ആ രാജ്യത്ത് മുഴുവൻ കനത്ത മഴയും വെള്ളപ്പൊക്കവും സംഭവിക്കുന്നു. കൃഷിയെല്ലാം നശിച്ചു പോകുന്നു. പശുക്കൾ മരിച്ചു പോകുന്നു. അങ്ങനെ സർവനാശം സംഭവിക്കുകയാണ്. ദാരിദ്ര്യം, മുഴുവൻ പട്ടിണി. അങ്ങനെ ജനക മഹാരാജാവ് ഒരു ഭിക്ഷക്കാരനായി മാറുകയാണ്. കയ്യിലൊന്നുമില്ലാത്ത ഒരാൾ, ഇടാനൊരു വസ്ത്രം പോലുമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. അദ്ദേഹത്തിന് കഠിനമായ വിശപ്പ് വന്നു. വിശന്നിട്ട് അദ്ദേഹം ഭക്ഷണം തേടി അലയുകയാണ്. പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു സംസ്കാരമായിരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ അത് പങ്കുവെക്കാതെ, ഷെയർ ചെയ്യാതെ കഴിക്കരുതെന്ന്. അങ്ങനെ ആരോ ഒരാൾ അദ്ദേഹത്തിന് ഉണങ്ങിയ ഒരു റൊട്ടിക്കഷ്ണം കൊടുക്കുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ കഠിനമായിട്ട് വിശപ്പുള്ള അദ്ദേഹത്തിന് അതാരുമായിട്ടും ഷെയർ ചെയ്യാനായിട്ട് തോന്നിയില്ല. അതുമാത്രമല്ല, ആ റൊട്ടിക്കഷ്ണം മറ്റാരും കാണാതിരിക്കാൻ വേണ്ടി അദ്ദേഹം തൻ്റെ വസ്ത്രത്തിൽ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തു. കാരണം അദ്ദേഹത്തിന് അത്രയും വിശപ്പായിരുന്നു. എന്നിട്ടും അദ്ദേഹം ആരും കാണാതെ ഒരു സ്ഥലത്ത് എത്തിയിട്ട് ചുറ്റിനും ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആർത്തിയോടുകൂടി ആ റൊട്ടിക്കഷ്ണം കഴിക്കുവാനായി പോകുന്ന സമയത്ത് ഒരു പരുന്ത് വന്ന് അത് റാഞ്ചിക്കൊണ്ട് പോവുകയാണ്. ആ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ അദ്ദേഹം ഞെട്ടലോടുകൂടി ഇരിക്കുമ്പോൾ സ്വപ്നത്തിൽ നിന്നും അദ്ദേഹം ഞെട്ടി ഉണരുകയാണ്. അപ്പോഴാണ് താൻ കൊട്ടാരത്തിലെ രാജാവാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്. സ്വപ്നത്തിൽ നിന്നും ഉണർന്ന് ഇരിക്കുമ്പോഴും അദ്ദേഹത്തിന് നല്ല വിശപ്പുണ്ടായിരുന്നു. ആ സമയത്ത് ജനക മഹാരാജാവിന് ഒരു ചിന്ത വരികയാണ്, ഒരു സംശയം വരികയാണ്. സ്വപ്നത്തിൽ താൻ ഒരു യാചകനായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാനൊരു രാജാവാണ്. സ്വപ്നം കണ്ടപ്പോൾ ഞാനൊരു യാചകനാണെന്ന് സത്യമായി അനുഭവപ്പെട്ടു. എന്നാൽ ഇപ്പോൾ താൻ രാജാവാണെന്നുള്ളതും സത്യമായി അനുഭവപ്പെടുന്നു. ഇവയിൽ ഏതാണ് യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടാക്കുന്ന ഒരു ചിന്തയായിരുന്നു ഈ ഒരു ചിന്ത. അദ്ദേഹം തൻ്റെ സംശയം തൻ്റെ മന്ത്രിമാരോടും രാജസദസ്സിലെ മറ്റ് പണ്ഡിതന്മാരോടും എല്ലാം ചോദിച്ചു. എന്നാൽ അവർക്കാർക്കും തന്നെ അതിന് തൃപ്തികരമായ ഒരു ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ജനക മഹാരാജാവ് വളരെ വിഷമത്തോടു കൂടി ഇരിക്കുമ്പോഴാണ് ഒരു യുവ തപസ്വി അദ്ദേഹത്തിൻ്റെ
മുന്നിൽ വന്നെത്തി. അദ്ദേഹമായിരുന്നു ബ്രഹ്മജ്ഞാനിയായ അഷ്ടാവക്രമുനി. ജന്മനാ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ 8 വളവുകൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ അഷ്ടാവക്രൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഒരു കഥ കേൾക്കുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം. ഒരുപാട് ജന്മങ്ങളിലൂടെ ഒരു ജീവൻ പാകപ്പെടുമ്പോഴാണ് ആ പരമമായ ജ്ഞാനത്തെ സ്വീകരിക്കാൻ യോഗ്യനാകുന്നു. ആ യോഗ്യത ജനക മഹാരാജാവിന് വന്നിരിക്കുകയാണ്. അദ്ദേഹം ബ്രഹ്മജ്ഞാനിയായ അഷ്ടാവക്രൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഈ ഒരു ജ്ഞാനം കേൾക്കുവാൻ എവിടെയോ യോഗ്യതയുള്ളത് കൊണ്ടാണ് ഇന്നിത് കേൾക്കുവാൻ കഴിയുന്നത്. ഹൃദയത്തിൽ കൈവച്ച് ജഗദീശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ ഈ പരമപവിത്രമായ ജ്ഞാനം കേൾക്കുക. അതീവ ബഹുമാനത്തോടു കൂടി ആദരവോടുകൂടി ജനക മഹാരാജാവ് അഷ്ടാവക്രനെ കൊട്ടാരത്തിലേക്ക് സ്വീകരിക്കുകയാണ്. എന്നിട്ട് തന്നേക്കാൾ വലിയൊരു പീഠത്തിൽ അദ്ദേഹത്തെ ഇരുത്തുകയാണ്. എന്നാൽ കൊട്ടാരത്തിൽ മറ്റുള്ള പണ്ഡിതന്മാർക്കൊന്നും അഷ്ടാവക്രൻ്റെ ആ വികൃതമായ രൂപം കണ്ട് എല്ലാവരും ഒരു പരിഹസിച്ച് ചിരിക്കുകയാണ്. എന്നാൽ ജനക മഹാരാജാവിന് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള വെളിച്ചം മനസ്സിലാക്കാൻ കഴിവുള്ള ആളായിരുന്നു. ജനകനൊരു സാധാരണക്കാരനായിരുന്നില്ല. അദ്ദേഹം എൻലൈറ്റ്മെൻറ്റിൻ്റെ അടുത്തെത്തിയ ഒരാളായിരുന്നു. അത്രയും പാകപ്പെട്ട ഒരു ജീവനായിരുന്നു. ജനക മഹാരാജാവ് തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ സംശയം വളരെ ആദരവോടുകൂടി ബഹുമാനത്തോടു കൂടി ചോദിക്കുകയാണ്. ഞാൻ രാജാവായിരിക്കുന്ന ഈ ജാഗ്രത അവസ്ഥയാണോ സത്യം, അതോ യാചകനായി അനുഭവിച്ച ആ സ്വപ്നാവസ്ഥയാണോ സത്യം? ഇത് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും അനുഭവിക്കുന്ന അവസ്ഥയാണ് ജാഗ്രത അവസ്ഥയും സ്വപ്നാവസ്ഥയും. അതായത് നമ്മുടെ മനസ്സിന് 3 അവസ്ഥകളാണ്, അതായത് 3 അനുഭവങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. ഉണർന്നിരുന്നു കൊണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഈ ലോകത്തെ അനുഭവിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ ജാഗ്രത അവസ്ഥയെന്നും, ഉറക്കത്തിൽ നമ്മൾ പല പല സ്വപ്നങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്, അതിനെയാണ് നാം സ്വപ്നാവസ്ഥയെന്ന് പറയുന്നത്. സ്വപ്നം കാണാതെ വളരെ ഡീപ്പായിട്ട് ഉറങ്ങുന്ന, അതായത് ഒരു 8 മണിക്കൂർ ഉറങ്ങുമ്പോൾ ചിലപ്പോൾ 1 മണിക്കൂർ മാത്രമായിരിക്കും നമുക്ക് ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നത്. അതിനെയാണ് നമ്മൾ സുഷുപ്തി അവസ്ഥയെന്ന് പറയുന്നത്. അപ്പോൾ ജനക മഹാരാജാവ് ചോദിക്കുകയാണ്, ജാഗ്രത അവസ്ഥയാണോ സത്യം, അതോ സ്വപ്ന അവസ്ഥയാണോ സത്യം? ഈ സംശയം കേട്ടിട്ട് അഷ്ടാവക്രൻ ജനകരോട് പറയുകയാണ്, ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നത്തിലും അങ്ങേക്കുണ്ടായ അനുഭവങ്ങളെല്ലാം തന്നെ മിഥ്യയാണ്. ജാഗ്രതും സ്വപ്നവും ഒരുപോലെ മിഥ്യയാണ്. അങ്ങ് രാജാവോ യാചകനല്ല, അവയിൽ നിന്നെല്ലാം ഭിന്നമായ ചൈതന്യ സ്വരൂപമായ ആത്മാവാണ്. ഭഗവത്ഗീതയിൽ യുദ്ധക്കളത്തിൽ വിഷമത്തോടെ നിൽക്കുന്ന അർജുനനോട് ശ്രീകൃഷ്ണ ഭഗവാൻ ആദ്യം തന്നെ പറഞ്ഞു കൊടുത്തതും ഈ പരമമായ ജ്ഞാനമാണ്. ആത്മാവ് മാത്രമാണ് സത്യം. അങ്ങനെ അഷ്ടാവക്രമുനിയും ജനക മഹാരാജാവും തമ്മിലുള്ള സംവാദം തുടരുകയാണ്. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം അടുത്ത വീഡിയോയിൽ കേൾക്കാം. കേട്ട കാര്യം നന്നായി നമ്മൾ മനനം ചെയ്യുക. കുറച്ച് സമയം കണ്ണുകൾ അടച്ചു തന്നെ ഇരിക്കുക.